ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് മുടി വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർ, മുടി പൊഴിയുന്നവരുണ്ട്, താരൻ കാരണം മുടി പൊഴിയുന്നവരുണ്ട്, അതുപോലെ തന്നെ വെട്ടിയ മുടി വളരാനായിട്ടും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന്. അത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അതായത് ആ ഒരു ടിപ്സ് നിങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ടിപ്സാണ്. അപ്പം നിങ്ങളത് മസ്റ്റായിട്ടത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടതൂർന്ന മുടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനിയിപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉലുവ കാണുമല്ലോ. അപ്പോൾ ആ ഉലുവയെ നിങ്ങൾ എടുത്ത് വയ്ക്കുക. കുറച്ച് രാത്രിയിൽ നമ്മൾ ഉലുവ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ അതിനകത്തുനിന്ന് വെള്ളം കിട്ടും. നമ്മൾ വെള്ളം ഒഴിച്ചാണല്ലോ കുതിർക്കാൻ വെക്കുന്നത്. അപ്പോൾ ആ വെള്ളം നമുക്ക് കിട്ടും. ആ വെള്ളം എടുത്ത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് വെള്ളം കിട്ടും. ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ തലയിൽ തേക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളത്തിലാണല്ലോ ഉലുവ കുതിർക്കാനിടുന്നത്. അപ്പോൾ ആ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ തലയിൽ തേക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം കിട്ടും. അത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച്, മുടികളിലൊക്കെ നന്നായിട്ട് തേച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ പോയി വാഷ് ഓഫ് ചെയ്യണം. ഇത് നമ്മൾ ആഴ്ചയിൽ നമ്മൾ ചെയ്യുക. തുടർന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ട്, നിങ്ങൾക്ക് മുടി നന്നായിട്ട് വളരും. അത് 100% ഗ്യാരൻറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഉലുവ വെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. മുടി വളരാത്തവർക്കും ഒക്കെ ആയിട്ട് നല്ല റിസൾട്ട് കിട്ടും. ഇനി അടുത്ത രണ്ടാമതായിട്ട് ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മൾ കറ്റാർ വാഴയുടെ ഒരു ചെറിയൊരു പീസ് എടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് തലമുടി എത്ര നല്ല ഉള്ളുള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഒരു കറ്റാർ വാഴയുടെ ഇതെടുത്ത് മിക്സിയിലേക്ക് ഇട്ട്, അതുപോലെ തന്നെ ഒനിയൻ ഉണ്ടായിരിക്കുമല്ലോ എല്ലാവരുടെയും വീട്ടിൽ, അതേലെ ഒരു ഒനിയനും കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരയണം. അരഞ്ഞതിന് ശേഷം അത് നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് നന്നായിട്ട് കുറച്ച് നേരം നമ്മൾ കുളിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ വെക്കണം. ഇതും നമ്മൾ അതായത് ഉലുവ വെള്ളം ചെയ്യുന്നവർ അത് ചെയ്യുക. ഈ കറ്റാർ വാഴക്കൂട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയും ചെയ്യുക കേട്ടോ. അങ്ങനെ 2 ടിപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ചെയ്യുക. കൂടുതലും കുറച്ചുകൂടെ ഉലുവ വെള്ളം കുറച്ചുകൂടെ എഫക്റ്റാണ്. നിങ്ങൾ അത് ട്രൈ ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ഞാനിപ്പോൾ 2 ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണമാണ് ട്രൈ ചെയ്യേണ്ടത് കേട്ടോ. 2ഉം കൂടെ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് കഴുകിക്കളഞ്ഞ് അങ്ങനെ ആഴ്ചയിൽ 2-3 തവണയൊക്കെ ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എത്ര കൊഴിയുന്ന മുടിയാണെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും സബും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് ബൈ.